ഞാൻ ഇന്നസെൻ്റ് അടുത്ത് പണ്ട് പറയാറുണ്ട്, നിങ്ങളുടെ ബഷീറിനെ പോലെയാണ്. നിങ്ങളിതൊക്കെ എഴുതുകയാണെങ്കിൽ ഈ എല്ലാത്തിലും നർമ്മമുണ്ട്, എല്ലാത്തിലും ജീവിതത്തിൻ്റെ ഒരു തീവ്രമായ ദുഃഖമുണ്ട്. അപ്പം അങ്ങനത്തെ കഥകൾ എഴുതാത്ത ബഷീർ എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റെ കളിയാക്കുമായിരുന്നു. പക്ഷെ പിന്നീട് പുള്ളി എഴുതുന്ന ബഷീറായിട്ട് മാറി. അത് എൻ്റെയും കൂടി ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ്. നിങ്ങൾ എഴുതൂ എഴുതൂ എന്ന് പറഞ്ഞിട്ടാണ് ക്യാൻസർ വാർഡിൽ ചിരിയും, ചിരിക്ക് പിന്നിലും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഇന്നസെൻ്റ് എഴുതിയത്. അപ്പം ഒരു 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 സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഇന്നസെൻ്റ്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ മഴവിൽ കാവടി എന്നുള്ള സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ അതിൽ ഇന്നസെൻ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സജീവമായിട്ട് പുള്ളി അഭിനയിക്കുകയും ഡബ്ബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത്. ഡബ്ബ് ചെയ്യാൻ വന്നാൽ നമ്മൾ ഇന്നസെൻ്റ് പറ്റി പറയുന്നത് 5 ദിവസം ഷൂട്ടിങ്ങിനും 10 ദിവസം ഡബ്ബിങ്ങിനുമാണെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ ഡബ്ബ് ചെയ്യാൻ കുറച്ച് പുള്ളിക്ക് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അഭിനയിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. ഇന്നൊക്കെ പിന്നെ നമുക്ക് ലൈവ് സൗണ്ട് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പം മഴവിൽ കാവടി എന്നുള്ള സിനിമയുടെ ഡബ്ബിങ് സമയത്ത് ഞാൻ ഇരിക്കുന്നു, ഒരു വലിയ സീൻ, കിഴക്കാന്തുടിയിൽ ചങ്ങരൻകുട്ടി മേനോൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറഞ്ഞുകൊണ്ട് എല്ലാം ലിപ്പ് തെറ്റിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ 1 മണിക്കൂറും 1.5 മണിക്കൂറും കഴിഞ്ഞിട്ട് വലിയ ഷോട്ട് ഓക്കെ ആവാതായപ്പോൾ ഞാൻ അകത്ത് കയറി വന്നിട്ട് ഇന്നസെൻ്റ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മൂകാംബികയിൽ കൊണ്ടുപോകാൻ നേരാണ്. മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ്, ഈ തടസ്സം മാറിക്കിട്ടാൻ. പുള്ളി എന്നെ അങ്ങോട്ട് ചീത്ത പറയുന്നത്, നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയും വലിയ ക്യാരക്ടർ എനിക്ക് തരാൻ? എന്നെ വല്ല വേലക്കാരനോ അല്ലെങ്കിൽ പോലീസുകാരനോ ഇടുന്നതിന് പകരം ഇത്രയും വലിയൊരു ക്യാരക്ടർ തന്നിട്ട് പിന്നെ എന്നെ നിങ്ങൾ ചീത്ത പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലും പുള്ളി സരസമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഏത് കാര്യത്തിനും ഇന്നസെൻറ്റിൻ്റെ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സിനിമയിലെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കഥ ഇത് സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുമ്പോഴും ഞാൻ ഇന്നസെൻ്റ് വിളിച്ച് ചോദിക്കും. ചിലപ്പോൾ ഇന്നസെൻ്റ് വിട്ടേക്കിട്ടാ പറയും. എൻ്റെ പല കഥകളുടെയും ഡിസ്കഷൻസിൽ ഇന്നസെൻ്റ് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റ് എന്നുള്ള സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ ഞാനും ശ്രീനിവാസനും ഇന്നസെൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്നസെൻ്റായിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് ആ ഗൂർഖയുടെ പേര് ഇന്നസെൻ്റ് പറഞ്ഞതാണ്, രാം സിംഗ്, ഭീം സിംഗ് കാപ്പേട്ട രാം സിംഗ്, അദ്ദേഹം പറഞ്ഞ പേരാണ്. അപ്പം അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരാറുള്ള വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായൊരു നഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് ഇന്നസെൻറ്റിൻ്റെ ഒരു വേർപാടാണ്. ഞാനെപ്പോഴും രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇന്നസെൻ്റ് വിളിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് മരണമാണെന്ന് വിശ്വസിക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ഇന്നസെൻ്റ്.